നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPM നേതാവ് VR സജിയെ ന്യായീകരിച്ച MM മണി MLA. സജിക്ക് തെറ്റുപറ്റിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും MM മണി. നിക്ഷേപകന്റെ മരണത്തിൽ CPM ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം. വനം വകുപ്പിനെതിരെ സംഘടിക്കേണ്ടി വന്നാൽ സംഘടിക്കണമെന്ന് MM മണി MLA. ഉപദ്രവിച്ചാൽ തിരിച്ചു നേരിടണം. ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും MM മണി. ജില്ലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെ പോലും അപമാനിക്കുന്ന രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയത്. വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും ജോർജ് കുര്യൻ. ഹൈറേഞ്ചിലെ കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുന്നു. കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വില വർധനവിന് കാരണം ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവ്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളം. വിശദമായ വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPM നേതാവ് VR സജിയെ ന്യായീകരിച്ച MM മണി MLA. സജിക്ക് തെറ്റുപറ്റിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉന്നയിക്കണം. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും MM മണി മുള്ളരിങ്ങാട് പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. തെറ്റ് ആരെഴുതിയാലും നിങ്ങൾ ആണല്ലോ ആളുകൾ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? അല്ല, അദ്ദേഹത്തിന്റെ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും. അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു, അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ് നിയമത്തിന്റെ മുമ്പിൽ. വേണ്ടേ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ VR സജി അയാൾക്ക് നോട്ടടിയുണ്ട്. ഇല്ലാന്ന് ഞാൻ നിങ്ങൾ ഈ പറയുന്നൊന്നും ഞാൻ പരിശോധിക്കുന്നില്ല. ഇല്ലില്ല, പോകേണ്ടതുണ്ടായതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ VR സജി ഒന്ന് വെച്ചോളൂ പോകും. ഇല്ലില്ല, ഇതുവരെ അങ്ങനെ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല. ബന്ധപ്പെട്ടവർക്ക് പരാതിയുണ്ട്, പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ടവർ അവർക്കറിയാവില്ല. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ CPM ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം. മരിച്ച സാബുവിനെയും കുടുംബത്തെയും അവമാനിക്കുന്നതിനാണ് LDF യോഗം നടത്തിയത്. കോൺഗ്രസ് നടത്താനിരുന്ന DYSP ഓഫീസ് മാർച്ച് 9-ാം തീയതി നടത്തുമെന്നും 6-ാം തീയതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുടുംബത്തെ സന്ദർശിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിക്ഷേപകന് പണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, CPMന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുമെന്ന CPM നേതാവ് VR സജിയുടെ മുന്നറിയിപ്പാണ് സാബുവിനെ മരണത്തിലേക്ക് നയിച്ചത്. ഇത് അറിയാത്തവർ കേരള പോലീസും മാർക്സിസ്റ്റുകാരും മാത്രമാണ്. കള്ളപ്രചരണത്തിലൂടെ സാബുവിന്റെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നതിനു വേണ്ടി ഏത് ആഭാസത്തരവും പറയുന്നതിന് മുൻമന്ത്രിയെ കൊണ്ടുവന്ന് കട്ടപ്പനയിൽ സമ്മേളനം നടത്തി സാബുവിനെയും കുടുംബത്തെയും വീണ്ടും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് കണ്ണും പൂട്ടി നോക്കി നിൽക്കുവാനാകില്ല. ശരിയായ മനോനിലയുള്ള ഒരാൾക്കും ഇത്തരം പ്രസ്താവന നടത്താൻ കഴിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആരെയും പുലഭ്യം പറയുകയും CPMകാരെ ആക്രമണത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന MM മണിയുടെ മനോനില അടിയന്തരമായി പരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ അദ്ദേഹം പറയുന്ന ആക്ഷേപം ഒന്ന്, സാബുവിന്റെ മനോനില പരിശോധിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത്രയും ലേശമായി, ഇത്രയും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ സ്വയം ജീവിതം സമർപ്പിക്കാൻ നിർബന്ധത്തിന് അധ്വാനത്തിന്റെ ഫലം ചോദിച്ചതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട് ആത്മാഭിമാനമാണ് പ്രധാനമെന്ന് വിചാരിച്ച് സ്വയം ജീവനൊടുക്കിയ ഒരാളിനാണ്. സാബുവിനെ പറ്റി ജീവിതത്തിൽ ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മനോനില പരിശോധിക്കും എന്ന് പറയുന്ന നേതാവിന്റെ മനോനിലയാണ് പരിശോധിക്കേണ്ടത്. CPM ആരുടെ കുടുംബത്തോടൊപ്പമാണ് എന്ന് അവർ പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ ഇനിയും തെറ്റിദ്ധരുത്തണം. ഈ പ്രസ്താവന വയ്യാവേലി പ്രയോഗം പിൻവലിക്കണം. സാബുവിന്റെ കുടുംബത്തോട് മാപ്പ് പറയണം.
കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണം. പ്രേരണാ കുറ്റത്തിന് ആരുടെ ശബ്ദ സന്ദേശമാണോ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെയുള്ളത്, അവരുടെ ചെവികളുള്ളത്, ആ നേതാവിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇത്രയും ദിവസമായിട്ട് പോലീസ് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. കോൺഗ്രസ് തകർത്ത സഹകരണ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണം തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന CPMന്റെ പ്രസ്താവന അപഹാസ്യമാണ്. ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് ഏറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാസമ്മേളനം നടത്തി ആ കുടുംബത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന മാർക്സിസ്റ്റ് സമീപനം തിരുത്തുകയും പൊതുസമൂഹത്തോടും ആ കുടുംബത്തോടും മാപ്പ് പറയുകയും ചെയ്യണം. വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സാബുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിയായ CPM മുൻ ഏരിയ സെക്രട്ടറി VR സജിയെ കേസിൽ പ്രതി ചേർത്ത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, KPCC സെക്രട്ടറി തോമസ് രാജൻ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. സാബുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ MM മണിയുടെ മനോനില പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. MM മണിയുടെ പ്രസ്താവന പ്രതിഷേധകരമാണ്. കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട CPM നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭരണസമിതിക്കും ചേരുന്നതല്ലെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. സാബുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ MM മണിയുടെ മനോനില പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നിക്ഷേപകന്റെ കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട CPM നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ പ്രധാന കുറ്റക്കാരായ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദയനീയ അവസ്ഥയ്ക്ക് നേരെ പല്ലിടിച്ച് കാണിക്കുന്ന ജില്ലയിലെ CPMന്റെ മനോഭാവമാണ് MM മണിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുടുംബത്തിന് നേരെയുള്ള അവഹേളന അപമാനവും CPMന്റെ ജില്ലാ നേതൃത്വം അവസാനിപ്പിക്കാൻ തയ്യാറാകണം. ഈ പ്രസ്താവന നടത്തിയ MM മണി പരസ്യമായി മാപ്പ് പറയാൻ, ഈ കുടുംബത്തോടെങ്കിലും മാപ്പ് പറയാനുള്ള കാണിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ MM മണി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ KK ശിവരാമൻ. ആശാൻ നടത്തിയ പ്രസംഗം ആത്മഹത്യ ചെയ്തയാളെയും കുടുംബത്തെയും വീണ്ടും കൊല്ലുന്ന തരത്തിലുള്ളതാണെന്ന് ശിവരാമൻ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശിവരാമന്റെ കുറ്റപ്പെടുത്തൽ. ശവം കണ്ടാൽ കെട്ടിപ്പിടിക്കാൻ ഓടുകയാണ് ഡീൻ കുര്യാക്കോസും കോൺഗ്രസും എന്ന വിമർശനവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അതിന്റെ കൂടെ BJPയും കൂടുന്നു. കട്ടപ്പനയിൽ മൃതദേഹവുമായി തെമ്മാടിത്തരം ആണ് ഇവർ കാണിച്ചത്. പീനൽ കോഡ് അനുസരിച്ച് VR സജിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. സാബുവിന്റെ കുടുംബത്തിന് നൽകാനുള്ള മുഴുവൻ പണവും നൽകി. കോൺഗ്രസ് നേതാക്കൾ മുക്കിയ 17 കോടിയിൽ 12 കോടി രൂപ കിട്ടാനുണ്ട്. അവരുടെ വീടുകൾക്ക് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സത്യാഗ്രഹം നടത്തുമെന്നും CV വർഗീസ് കട്ടപ്പനയിൽ പറഞ്ഞു. ആന ചവിട്ടിക്കൊന്നാൽ ആടി ഓതിയെത്തുന്നത് ഡീൻ കുര്യാക്കോസാണ്. ശവം കണ്ടോ കെട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ശവം കണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴാണ് കട്ടപ്പനയിൽ സാബുവിന്റെ ശവം കിടക്കുന്നത് കണ്ടു. അപ്പോഴത് കെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് എവിടെ കെട്ടിപ്പിടിക്കുന്നതോ കൂടെ പിടിക്കും BJP. അതുകൊണ്ട് BJPയും കൂടെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഡിഗ്രിക്കാരും നിങ്ങളെപ്പോലെ അഡ്വക്കേറ്റുമാരല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഭംഗിയായി ക്രിമിനൽ കേസ് നടത്തി ഒരു ഹൈക്കോടതി ജഡ്ജി നടത്തുന്നതിനേക്കാൾ നിയമപരിരക്ഷ നടത്തേണ്ടത് എങ്ങനെയാണ്, ഒരു നിയമത്തിന്റെ വ്യവസ്ഥ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അതുകൊണ്ട് ഈ സന്ധ്യ സാക്ഷി നിർത്തി പറയുന്നു, ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന പീനൽ കോഡ് അനുസരിച്ച്, ക്രിമിനൽ കുറ്റം അനുസരിച്ച് സജിയെ ഒരു ചുക്കം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിനു വേണ്ടി ആവശ്യമായ ഒരു തെറ്റും സജി ചെയ്തിട്ടില്ല. കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുമ്പിൽ ജീവനൊടുക്കിയ സാബു തോമസിന്റെ നിക്ഷേപക തുക പൂർണ്ണമായും കുടുംബത്തിന് കൈമാറി ബാങ്ക്. നിക്ഷേപ തുകയും പലിശയും അടക്കം 14,59,944 രൂപയാണ് ബാങ്ക് കൈമാറിയത്. ബാങ്ക് ബോർഡംഗം KM ചന്ദ്രൻ, സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിൽ സാബുവിന്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. തുക പൂർണ്ണമായും കുടുംബത്തിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നൽകുകയായിരുന്നു. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ അമ്മ ത്രേസ്യാമ്മ തോമസ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഏറെ നാളായി കിടപ്പിലായിരുന്നു ത്രേസ്യാമ്മ. അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു സാബു പണത്തിനു വേണ്ടി ബാങ്കിനെ സമീപിച്ചത്. സാബുവിന്റെ അച്ഛനും വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അനുഭവിക്കുന്നയാളാണ്.
വനം വകുപ്പിനെതിരെ സംഘടിക്കേണ്ടി വന്നാൽ സംഘടിക്കണമെന്ന എം മണി MLA. ഉപദ്രവിച്ചാൽ തിരിച്ചു നേരിടണം, അതാണ് എൻ്റെ രീതി. ജനങ്ങൾ സംഘടിതമായി ജീവരക്ഷയ്ക്ക് ചെയ്യാവുന്നത് ചെയ്യണം. ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും എം മണി പറഞ്ഞു. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പിനെതിരെ ജനങ്ങൾ സംഘടിതമായി നീങ്ങണം. അതുതന്നെ കാട്ടുമൃഗങ്ങൾ ശല്യം ഉണ്ടാക്കി ജീവിക്കാൻ കഴിയുന്നതിൽ അതിനെ നേരിടാനുള്ള മാർഗത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ കഴിയുന്നതാ. നിങ്ങൾ എന്നെ ഒരു ശരി ജീവിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ നേരിടുമെന്നുള്ള ഉറപ്പാണ്. അതെൻ്റെ ജന്മാവകാശമാണ്. അപ്പം മൃഗങ്ങളാകുമ്പം നമുക്ക് ജന്മാവകാശം കൂടുതലാണ്. അത് മൃഗമാണ്. അതുകൊണ്ട് സംഘടിതമായി നിൽക്കണം. ഗവൺമെൻറ് ഇടപെടിക്കാം, വനംവകുപ്പിനെ ഇടപെടിക്കാം. വനംവകുപ്പ് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥന്മാർ മനുഷ്യരാണ്. അവർക്ക് നമ്മളെപ്പോലെ ജീവഹാനിയും മക്കളും കുടുംബവും എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ അവർ ഇതിൽ കൂടുതൽ യാതൊരു കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ യോജിപ്പാണ്. ജില്ലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. കാട്ടാനക്കരിയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് 8 മനുഷ്യജീവനുകളാണ്. 2 തമിഴ്നാട്ടുകാർ ഉൾപ്പെടെ മൂന്നാർ തോട്ടം മേഖലയിൽ 3 പേരും ചിന്നക്കനാലിൽ 2 പേരും കാഞ്ഞിരവേലിയിൽ ഒരാളും ഈ മാസം ആദ്യം നേരിമംഗലം നീണ്ടപാറയിൽ കോളേജ് വിദ്യാർത്ഥിനിയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മുള്ളരിങ്ങാട് കഴിഞ്ഞ ദിവസം യുവാവ് കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. 30-നടുത്ത ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കാട്ടാനക്കലിയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സമീപകാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരോ വന്യജീവി വകുപ്പുകളോ യാതൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ വലിയൊരു ദൂഷ്യഫലം ഈ നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളും വിശേഷ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കോളനികൾ വരെ ഇപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 8 പേരാണ് ഈ ആനയുടെ ഇടപെടൽ കൊണ്ട് മരണപ്പെടാൻ സാധിക്കുന്നത്. ഇടുക്കി തന്നെ 2 പേരായി. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മുള്ളരിങ്ങാട് ഒരാൾ മരണപ്പെട്ടുകയാണ്. പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വളരെ അടിയന്തരമായി ഈ വന്യജീവികളെ തടയാൻ വേണ്ടിയുള്ള സത്വരമായ ഒരു ഇടപെടലുകളും ആവശ്യമായ നിയമ ഭേദഗതിയും ചെയ്ത് ഈ ജനങ്ങളുടെ പൊതുസ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നുള്ളതാണ് ആവശ്യം. 100-ന് മുകളിൽ കടകൾക്കും വീടുകൾക്കും കാട്ടാനകൾ ജില്ലയിൽ നാശം വരുത്തി. 500 ഹെക്ടറിലേറെ ഭൂമിയിൽ കൃഷിനാശം വരുത്തി. ദേവികുളം താലൂക്കിലെ 13 പഞ്ചായത്തുകളിലും കാട്ടാനശല്യമുണ്ട്. ഉടുമ്പൻചോല താലൂക്കിലും ഇടുക്കി താലൂക്കിലും കാട്ടാനശല്യം നിലനിൽക്കുന്നു. മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങാത്ത ദിവസങ്ങൾ കുറവാണ്. ദിവസവും ജില്ലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതി നിലനിൽക്കുന്നു. വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുമെന്നിരിക്കെ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടലിനായി മുറവിളി ഉയരുകയാണ്. വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെ പോലും അപമാനിക്കുന്ന രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയത്. വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും ജോർജ് കുര്യൻ ചെറുതോണിയിൽ പറഞ്ഞു. എയർഫോഴ്സിന് നമ്മുടെ സേനയ്ക്ക് ബജറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അവര് രാജ്യത്തെ ശത്രുക്കളെ നേരിടാറില്ല. ബാക്കിയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായത് സ്റ്റേറ്റുകളാണ്. അത് എല്ലാ സ്റ്റേറ്റുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സേനയെ പോലും അപമാനിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും അതിനെപ്പറ്റി പറയുന്നില്ല. നവംബർ മാസം 15-ാം തീയതിയാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുന്നത്. എല്ലാം ഇത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വിളിയിട്ടില്ല. കണക്ക് കൊടുക്കുന്നത് നവംബർ മാസം 15-ാം തീയതി. അതിനുശേഷം ഡിസംബർ 1-ന് അപ്പൊ അത് പരിഗണിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് എംഡിമാർ അതിവേഗം ഡിസംബർ 1-ന് ചെന്നിട്ട് എംഡിമാരെല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ പറയുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് കാറ്റഗറിയിലാണോ പിടിക്കേണ്ടത് അത് പിടിച്ചിട്ട് ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ്
എന്ന് പറയുന്നതും അങ്ങനെ എല്ലാവിധ ആത്മാർത്ഥ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഇന്ത്യ കാണാത്ത രീതിയിൽ നിമിഷം കൊണ്ട് പ്രധാനമന്ത്രി നടപടികൾ സ്വീകരിച്ചു. ഡെയിലി പാലം പണിതു. എല്ലാവിധ സഹായങ്ങളും കൊടുത്തതിന് ശേഷം ഇതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകും എന്ന് പേടിച്ചിട്ടാണ് ഇത് പറയുന്നത്. അത് ഭീരുത്വമാണ് എന്ന് എനിക്ക് പറയാം. ഹൈറേഞ്ചിലെ കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുന്നു. ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവാണ് കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വിലവർധനവിന് കാരണം. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളമാണ്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു കാപ്പി കൃഷി. എന്നാൽ തുടർച്ചയായി ഉണ്ടായ വിലയിടിവ് വലിയൊരു വിഭാഗം കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. ഇതോടെ കർഷകർ മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു. കാപ്പിക്കുരു വിളവെടുക്കാൻ വേണ്ടി വരുന്ന കൂലിവർദ്ധനവും അക്കാലത്ത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഘടകമായി. എന്നാൽ ഇന്ന് കാപ്പി കൃഷി തുടർന്നു പോന്ന കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുകയാണ്. പച്ചക്ക കിലോയ്ക്ക് 85 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചു. ഉണക്കക്കുരുവിന് 230-നടുത്തും പരിപ്പിന് 400-ന് മുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വില ലഭിച്ചു. 300 രൂപ ഉണ്ടായിരുന്ന പരിപ്പിന്റെ വിലയാണ് 400-ന് മുകളിലേക്ക് കുതിച്ചു കയറിയത്. ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവാണ് കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. കർഷകർ പലരും കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവിന് ഇടവരുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളമാണ്. വില വർദ്ധിച്ചതോടെ ചില കർഷകർ പുതിയതായി കാപ്പികൃഷി പുനരാരംഭിച്ചിട്ടുണ്ട്. BJP ഇടുക്കി ജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 നിലകളിലായി 7069 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ചെറുതോണിയിലാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടന യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KS അജി അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വിനിയോഗിച്ചവർ കേരളത്തിൽ ധാരാളം കൂടെ നടന്നവരെ അനേകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ജില്ലയിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രതിനിധിയായ വ്യക്തി സമീർ വർഗീസ് മുട്ടക്കാട്, അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ്. ആദർശത്തിന് വേണ്ടി നിലകൊണ്ട ഈ ജില്ലയിലെ എല്ലാ മുതിർന്ന പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തില് ഓർക്കുകയാണ്. AN രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. BJP മുൻ ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാരെയും കരാറുകാരനെയും ചടങ്ങിൽ ആദരിച്ചു. BJP മധ്യമേഖലാ അധ്യക്ഷൻ N ഹരി, സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, മേഖലാ സെക്രട്ടറി N പത്മകുമാർ, സംഗീത വിശ്വനാഥ്, ബിനു ജെ കൈമൾ, P രാജൻ, രതീഷ് വരകുമല, സുരേഷ് മീനത്തിരി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയപാത 185 അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. ദേശീയപാത 185 ദേശീയപാത 85മായി സംഗമിക്കുന്ന ഭാഗം സംബന്ധിച്ച് മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് സമിതിയുടെ ആക്ഷേപം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത്തരമൊരു നീക്കം നടക്കുന്നുവെങ്കിൽ അതൊഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ദേശീയപാത 85ന്റെ നവീകരണത്തിനൊപ്പം ദേശീയപാത 185ന്റെ നവീകരണത്തിനും നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ദേശീയപാത 185 അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുള്ളത്. മുമ്പ് അടിമാലി മിനിപ്പടിയിൽ നിന്നായിരുന്നു ദേശീയപാത 185ന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും എന്നാൽ ഇത് മാറ്റി അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള കൊടുംവളവിൽ നിന്നും ദേശീയപാത 185ന് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുവെന്നുമാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആക്ഷേപം. ഈ രീതിയിൽ നിർമ്മാണം നടന്നാൽ അത് തികച്ചും അശാസ്ത്രീയമായി മാറുമെന്ന് സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് ഏതെങ്കിലുമൊക്കെ കക്ഷികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടി വരും. കാരണം യാതൊരു ആവശ്യവുമില്ലാതെ അങ്ങനെ റോഡ് വളച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. ദേശീയപാത സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 350 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. അത്രയും തുകയുള്ളപ്പോൾ ആ സാമ്പത്തിക താല്പര്യം വല്ലതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും. കാരണം ഇത് നേരെ പോകുന്ന റോഡ് വളച്ചു തിരിച്ച് വലിയ ഒരു കൊടുംവളവിലേക്ക് വളരെ അസൗകര്യമായി അപകടം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ദേശീയപാത ഏതെങ്കിലും ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥല ഉടമയ്ക്കോ തീരുമാനിക്കുന്നത് പോലെ ഇത് വളച്ചു തിരിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ഈ ജനങ്ങളെ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട്
ഹൈറേഞ്ച് ദേശീയപാത സംരക്ഷണ സമിതി ഈ കാര്യത്തെ ശക്തിയുക്തം എതിർക്കുകയാണ്. ദേശീയപാത 185 അടിമല ടൗണിൽ നിന്നും ആരംഭിച്ചാൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായിട്ടായിരുന്നു ദേശീയപാത 185 മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്നും ഇപ്പോൾ സംശയിക്കും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയവുമൊക്കെയുള്ള പ്രദേശത്ത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. മാത്രമല്ല, വാഹനമോടിക്കുന്നവർക്ക് ദൂരക്കാഴ്ച ലഭിക്കാത്ത കൊടുംവളവിൽ നിന്ന് പാത രണ്ടായി പിരിയുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും വാദമുയരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത് ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ സ്ഥലം വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന സ്വകാര്യ വ്യക്തിയിൽ നിന്ന് സ്ഥലം തിരിച്ചുപിടിക്കുന്നതിന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. 75 സെന്റോളം സ്ഥലത്ത് ഏകദേശം 4 സെന്റോളം സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട മാർക്കറ്റ് ഭാഗത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയാണ് വർഷങ്ങളായി പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി കൈവശം വെച്ചിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ പഞ്ചായത്തിൽ ഇതിനു മുമ്പും ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ സ്വകാര്യ വ്യക്തി തങ്ങളുടെ കയ്യിൽ വർഷങ്ങളായുള്ള ഭൂമിയാണിതെന്ന് കാണിച്ച കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ജില്ലാ കളക്ടറുടെ അനുമതിയോടെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിന് സ്ഥലത്തെത്തുകയുമായിരുന്നു. പരിശോധനയിൽ സ്വകാര്യ വ്യക്തി സ്ഥലം കയ്യേറിയിട്ടുള്ളതായി കണ്ടെത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു. പഞ്ചായത്തിന്റെ ആസ്തിയിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് ആസ്തി രജിസ്റ്ററിലുള്ള അത്രയും സ്ഥലങ്ങളില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ച കാര്യമാണ്. 3 സ്ഥലങ്ങൾ ഇന്ന് അളന്നു തിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ ഭരണസമിതി ഒന്നായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും സമാന രീതിയിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AL സതീശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി, സർവേയർ അനിൽ ഡി നായർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സംസ്ഥാന മിനി ത്രോബോൾ മത്സരത്തിൽ പാലക്കാടും എറണാകുളവും ജേതാക്കൾ. മത്സരത്തിന്റെ സമാപന സമ്മേളനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം 2ാം സ്ഥാനവും എറണാകുളം, മലപ്പുറം ജില്ലകൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് ജില്ല 2ാം സ്ഥാനവും കോട്ടയം, ആലപ്പുഴ ജില്ലകൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൊല്ലം ജില്ലയൊഴികെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ബേബിലാൽ അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Thank you, Akshara, and thank you, Linda. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, MPTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് AM നിഷമോൾ, ത്രോബോൾ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം ഷാഹുൽ ഹമീദ്, കേരള ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി TP ബഷീർ, ട്രഷറർ PR മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയെയും കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആഞ്ഞിലിപ്പാലം താന്നിക്കൽപ്പടി റോഡിന്റെ മണ്ണുപണികൾ പൂർത്തീകരണത്തിലേക്ക്. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി പേരുടെ ഗതാഗതയോഗ്യമായ റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. കൂടാതെ കാഞ്ചാർ, കട്ടപ്പന എന്നീ പ്രദേശങ്ങളെ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. ചെറിയ ഒരു വഴി മാത്രമായിരുന്നു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി പുതിയ റോഡ് നിർമ്മിച്ചത്. തൊവരിയാർ ആഞ്ഞിലിപ്പാലത്തു നിന്നും കാഞ്ചാർ പഞ്ചായത്തിലെ സുമതിക്കടയിലേക്ക് എത്തുന്ന റോഡാണിത്. റോഡിന്റെ മണ്ണുപണികൾ പൂർത്തിയായി. നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് അവിടെ ആ റോഡ് കാഞ്ചാർ പഞ്ചായത്തുമായിട്ട് കൂട്ടിമുട്ടിയിരുന്നില്ല. എന്നാൽ കാഞ്ചാർ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അവരുടെ പഞ്ചായത്തിന്റെ അതിർത്തിയായ അത്രയും ഭാഗം അവർ മണ്ണുപണി പൂർത്തീകരിക്കുകയും
നമ്മളുടെ ആ ഭാഗം കുറച്ച് ഭാഗം നമ്മളത് ചെയ്യാതെ കിടക്കുകയുമായിരുന്നു. ഈ റോഡിൻ്റെ മണ്ണ് പണി തീരുന്നതോടൊപ്പം തന്നെ കാഞ്ചിയാർ പഞ്ചായത്ത് സുമതിക്കടയിലേക്ക് ആ റോഡ് വളരെ സുഗമമായിട്ട് പോകുന്നതിന് സാധിക്കും. അതുമാത്രമല്ല കല്യാണത്തണ്ട് പ്രദേശവാസികൾക്കും സുമതിക്കട ഭാഗത്തു നിന്നുള്ളവർക്ക് ഇങ്ങോട്ടും വരുന്നതിനും ഏറ്റവും വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നതിനുള്ള ഒരു റോഡാണ്. ഗതാഗത യോഗ്യമായ രീതിയിൽ റോഡ് വേണമെന്ന പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനും പരിഹാരമാകുകയാണ്. കട്ടപ്പന കാഞ്ചിയാർ പ്രദേശങ്ങളെ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. വിനോദസഞ്ചാരികൾക്കും ഈ പാത ഗുണം ചെയ്യും. തുടർന്ന് ഫണ്ട് വകയിരുത്തി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ജനുവരി 16 നടക്കും. 18ഓളം ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി സഹകരണ സംഘത്തിന്റെ ഭരണസമിതി ഇല്ലാതിരുന്നത് സംഘത്തിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കിയിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിട്ട് 7 മാസമായി. ഭരണസമിതിക്കിടയിൽ അഴിമതിയും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിടേണ്ട അവസ്ഥയുണ്ടായി. തുടർന്ന് പുതിയ ഭരണസമിതി രൂപീകരിക്കുന്നതിനായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 18ഓളം ആളുകളാണ് മത്സര രംഗത്തുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ ആണ് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ മിൽമയിൽ നാളിൽ വരെ നടന്നിട്ടുള്ള അഴിമതി കണ്ടുപിടിച്ച് അതിനെതിരെ കൃത്യമായി പരാതി കൊടുത്ത് അന്വേഷണം നടത്തിച്ച് അന്വേഷണം ശരിവെച്ചതിന് പശ്ചാത്തലത്തിൽ ഇരു മുന്നണികളും ഈ മിൽമയുടെ കാലയളവിൽ അത്രയും വമ്പൻ അഴിമതി നടത്തേണ്ട വലിയ ചുരുളാണ് കഴിയുന്നത്. ഇവിടുത്തെ ക്ഷീര കർഷകനെ സംബന്ധിച്ച് അവൻ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുപോയി പശുവിനെ വളർത്തി അവൻ പാലളന്ന് അവന് പാലിന് വില കുറച്ച് അവൻ്റെ ഓക്ക കട്ട് അവന് കിട്ടുന്ന സബ്സിഡികളും എല്ലാം ഭരണസമിതി അടിച്ചു മാറ്റുന്ന സാഹചര്യമാണ് ഇടതനും വലതനും വിളിച്ചിട്ടുണ്ട്. ഈ കൃഷിക്കാരനെ ചൂഷണം ചെയ്യുന്ന ഈ കൊള്ള അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഇവിടെ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സംഘത്തിലുള്ളതും ഞങ്ങളുടെ സംഘത്തിലില്ലാത്തതുമായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. ജനുവരി 16 ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുക. ഞങ്ങൾ ഇത് നിൽക്കാൻ തന്നെ ഉദ്ദേശം ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് എല്ലാ കർഷകരെയും നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് LDFും UDFും പറയുന്ന പോലെ ഞങ്ങൾ BJPയുടെ ആളോ അല്ലെ മറ്റൊരു സംഘടനയുടെ ആൾക്കാരല്ല. ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മയാണ്. അത് ഒറ്റക്കെട്ടായിട്ട് ജയിച്ചാലും തോറ്റാലും ഏത് ഭരണസമിതി വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇനിയുള്ള കാലം ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം. പുതിയ ഭരണസമിതി അധികാരത്തിലേറുന്നതോടെ ക്ഷീരസംഘത്തിന്റെ പ്രവർത്തനം പഴയ രീതിയിലാകുമെന്നാണ് കർഷകരുടെയും പ്രതീക്ഷ. AKTA കട്ടപ്പന നോർത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വലിയകണ്ഠം JCS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യൂണിറ്റ് സമ്മേളനം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് മിനി ഷാജി പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി വത്സമ്മ വിജയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് AV അന്നമ്മ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ലതാ വിജയൻ കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മിനി ഷാജി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2020 മാർച്ചിന് ശേഷം നമ്മുടെ പെൻഷൻ തുക വെട്ടിക്കുറച്ചു. ആ പെൻഷൻ തുക വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ സമരം നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിലും കേരളത്തിലെ 14 ജില്ലാ ക്ഷേമനിധി ഓഫീസ് മുന്നിലും നമ്മൾ സമരം നടത്തി. സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ആ സമരം വിജയിച്ച് നിൽക്കുന്ന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2020 ശേഷം പെൻഷൻ പറ്റിയ 10,000-കണക്കിന് തൊഴിലാളികൾക്ക് സർക്കാർ വെട്ടിക്കുറച്ച ആ പെൻഷൻ തുക മുഴുവൻ തന്നെ കഴിഞ്ഞ ദിവസം കയറ്റി വിട്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സംഘടിതമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തുടർന്ന് അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ബിന്നുകളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ സഹായത്തോടെ വെളിയന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ബിന്നുകൾ പഞ്ചായത്തിലെത്തിച്ച് വിതരണം ചെയ്യുന്നത്. ഒരു ബിന്നിന് 4,300 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പദ്ധതി ആവിഷ്കരിച്ച് തെരഞ്ഞെടുത്ത 70ഓളം പേർക്ക് സബ്സിഡി നിരക്കിൽ 430 രൂപയ്ക്കാണ് ബിന്നുകൾ വിതരണം ചെയ്യുന്നത്. ബിന്നുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഒരു വാർഡിൽ 3 പേർക്കായിട്ട് ഇതേ പദ്ധതി ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം വിതരണം ചെയ്യുകയും അതിനുശേഷം ഇതിന്റെ ആവശ്യക്കാർ ഒരുപാടാകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വീണ്ടും നമ്മൾ 3,10,000 രൂപയാണ് ഇതിന് വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത്.
ഇത് ഈ ഒരു യൂണിറ്റിന് 4300 രൂപയാണ് ആകുന്നത്. അതിന്റെ 10% ഗുണഭോക്താക്കളോട് 430 രൂപ വെച്ച് വാങ്ങി നമ്മൾ ഇവിടെ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇത് വിജയമായതോടെയാണ് രണ്ടാം ഘട്ടമായി വീണ്ടും പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ്, ഈനാട് സഹകരണ സംഘം അംഗങ്ങളായ ശ്രാവൺ വിജയകുമാർ, അഖിൽ തമ്പി, മനു പി തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമായ പൊങ്കലിന് മുന്നോടിയായി കരിമ്പിന്റെ വിളവെടുപ്പ് ആരംഭിച്ചു. ജനുവരി 14 മുതൽ 3 ദിവസങ്ങളിലായാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുക. തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് പൊങ്കൽ. പൊങ്കൽ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത പ്രധാന ഘടകമാണ് കരിമ്പ്. ജനുവരി 14 മുതൽ 3 ദിവസങ്ങളിലായി തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, മനപ്പൊങ്കൽ എന്നിങ്ങനെയാണ് ആഘോഷങ്ങൾ നടക്കുക. പൊങ്കലിനെ വരവേൽക്കുന്നതിനായുള്ള കരിമ്പിന്റെ വിളവെടുപ്പ് കാലമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ. തമിഴ്നാടിനൊപ്പം കേരളത്തിലെ തോട്ടം മേഖലയായ പീരുമേട്, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലും പൊങ്കൽ വിപുലമായി ആഘോഷിക്കാറുണ്ട്. ഇവിടങ്ങളിലെ പ്രധാന ടൗണുകളിലെല്ലാം പൊങ്കലിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ നിന്നും കരിമ്പെത്തിച്ച വിപണനം ആരംഭിക്കും. പൊങ്കൽ ആഘോഷത്തിലെ പ്രധാന വിഭവമായ പായസം രീതിയിലുള്ള പൊങ്കലിനാണ് പ്രധാനമായും കരിമ്പ് ഉപയോഗിക്കുന്നത്. നെടുങ്കണ്ടം മുണ്ടിയരുമ ഒറ്റക്കണ്ടത്തിൽ ഡീക്കൻ വർഗീസ് CST പൗരോഹിത്യം സ്വീകരിച്ചു. മുണ്ടിയരുമ അസംഷൻ ഫൊറാന ദേവാലയത്തിൽ കാഞ്ഞിരപ്പള്ളി മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ പിതാവിന്റെ കൈവയ്പ് വഴിയായിരുന്നു ശുശ്രൂഷ. ഫാദർ ജോസ് തടത്തിൽ CST, ഫാദർ ജോയി വൈലിൽ CST എന്നിവർ സഹകാർമ്മികരായിരുന്നു. പള്ളി രൂപീകരിച്ച ശേഷം 6ാമത്തെ ആളാണ് പുത്തൻ കുർബാന ചൊല്ലുന്നത്. ഇടവക വികാരി ഫാദർ തോമസ് ഞെള്ളിയിലിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പുളിക്കൽ, കൈക്കാരന്മാരായ മാത്യു മാവുകുന്നേൽ, ബിനോയ് പുള്ളോലിൽ, ദേവാലയ ശുശ്രൂഷി സാബു കുന്നപ്പള്ളി, കോൺവെന്റ് സിസ്റ്റേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പുത്തൻ കുർബാന. ഫാദർ അലക്സ് കമ്പിടിയമ്മാക്കൽ CST, ഫാദർ ജോർജ് ചേപ്പില, ഫാദർ ഡെന്നീസ് എഴുത്തുപുരയ്ക്കൽ, ഫാദർ ദേവസ്യ തൂപ്പുങ്കൽ എന്നിവർ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. കട്ടപ്പന പാറക്കടവ് KJ ഗ്രാനൈറ്റിൽ ഇന്ത്യയിലെ പ്രമുഖ ടൈൽ ബ്രാൻഡുകളായ കജാരിയ, സിംബോള എന്നിവയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇരു ബ്രാൻഡുകളുടെയും എല്ലാ വിധത്തിലുള്ള ടൈൽസും അനുബന്ധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. പാറക്കടവിൽ പ്രവർത്തിക്കുന്ന KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് ഷോറൂമിലാണ് ഇന്ത്യയിലെ പ്രമുഖ ടൈൽ ബ്രാൻഡുകളായ കജാരിയ, സിംബോള എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കജാരിയയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 800 സ്ക്വയർ ഫീറ്റിലാണ് കജാരിയ പ്രൈമ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ട്രെൻഡ് കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ ടൈൽ ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി മുതൽ ഒരിടത്ത് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. അവരുടെ ഫ്ലോസിന്റെ എലാബറേറ്റഡ് വേർഷൻ എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മുടെ എല്ലാ റേഞ്ചും ഇതിനകത്ത് ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കജാരിയ ടൈൽസിൻ്റെ ഗ്രസ്റ്റഫ് റേഞ്ചിലുള്ള നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ബൃഹത്തായ ഡിസ്പ്ലേ ആണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ എല്ലാ റേഞ്ചിലുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരിക, വന്നിട്ടുണ്ട്. കജാരിയ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് തുഷാർ KT, സിംബോളോ സീനിയർ റീജിയണൽ മാനേജർ മജീഷ്, KJ ഗ്രാനൈറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കടലിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായ അക്വാ ടണൽ ആസ്വാദകർക്ക് കൗതുകമേറുന്നു. 800 മീറ്ററാണ് ടണലിന്റെ നീളം. കണ്ണിന് ആനന്ദമേകുന്ന നിരവധി ഇനം മത്സ്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് അക്വാ ടണൽ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. പതിവിലും വ്യത്യസ്തമായി ആദ്യമായിട്ടാണ് കട്ടപ്പന ഫെസ്റ്റ് നഗരിയിൽ അക്വാ ടണൽ എത്തുന്നത്. 2024-25 കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായാണ് അക്വാ ടണൽ ഒരുക്കിയിരിക്കുന്നത്. 800 മീറ്റർ നീളത്തിലാണ് ടണലിന്റെ നിർമ്മാണം. ഫെസ്റ്റിൽ എത്തുന്നവർക്ക് മികച്ച ഒരു അനുഭവമാണ് അക്വാ ടണൽ സമ്മാനിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പല പല മീനുകളുണ്ട്. റയറായിട്ടുള്ളതും
പല ടൈപ്പാണ്. നല്ലൊരു അനുഭവം തന്നെയാണ്. വളരെ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. നല്ല അടിപൊളി. വിവിധ ഇനങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങൾ കണ്ണിന് ആനന്ദം പകരും. കട്ടപ്പന ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണവും അക്വാ ടണലാണ്. ഒരുപക്ഷെ കട്ടപ്പനക്കാർ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മാത്രം കണ്ട് പരിശീലിച്ച പരിചയമുള്ള വ്യത്യസ്തമായ മീനുകൾ, അവയെ നേരിട്ട് കാണാനും അവയുമായി നേരിട്ട് കണ്ട് അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പഠിക്കാനുമൊക്കെ ഒരവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂ ഇയർ പ്രമാണിച്ച് വളരെയധികം നല്ല രീതിയിൽ ഹൈറേഞ്ചിലെ ജനവിഭാഗങ്ങൾ ഈ ഫെസ്റ്റുമായി സഹകരിക്കുന്നുണ്ട്. ഇന്ത്യൻ മത്സ്യങ്ങളെക്കാളും ആഫ്രിക്കൻ മത്സ്യങ്ങളാണ് അധികവുമുള്ളത്. വിഡോസ്, കൊയ് കാർപ്പ്, ജെയിൻറാക്കൂര, വിവിധതരം കൂരികൾ, ഓസ്കാർ, ഷാർക്ക് തുടങ്ങി ഒട്ടനവധി മത്സ്യങ്ങളാണ് അക്വാ ടണലിൽ ഉള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഫെസ്റ്റു നഗരിയിൽ ദിനംപ്രതി എത്തിമടങ്ങുന്നത്. ഫെസ്റ്റിന് മികച്ച ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 193. വിൽപ്പനയ്ക്ക് വന്നത് 42,293. വിൽപ്പന നടന്നത് 42,293. കൂടിയ വില 3,331. ശരാശരി വില 2,983. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ. ഏലം കൂടിയ വില 2,900. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 925. കൊക്കോ 180. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,110 രൂപ. വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPM നേതാവ് VR സജിയെ ന്യായീകരിച്ച MM മണി MLA. സജിക്ക് തെറ്റുപറ്റിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും MM മണി. നിക്ഷേപകന്റെ മരണത്തിൽ CPM ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം. വനം വകുപ്പിനെതിരെ സംഘടിക്കേണ്ടി വന്നാൽ സംഘടിക്കണമെന്ന് MM മണി MLA. ഉപദ്രവിച്ചാൽ തിരിച്ചു നേരിടണം. ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും MM മണി. ജില്ലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെ പോലും അപമാനിക്കുന്ന രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയത്. വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും ജോർജ് കുര്യൻ. ഹൈറേഞ്ചിലെ കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകി കാപ്പിക്കുരു വില ഉയരുന്നു. കാപ്പിക്കുരുവിന്റെ ഇപ്പോഴത്തെ വില വർധനവിന് കാരണം ഉൽപാദനത്തിൽ വന്നിട്ടുള്ള ഗണ്യമായ കുറവ്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കാപ്പിക്കുരു വിപണിയിലെത്തിക്കുന്ന കർഷകരുടെ എണ്ണം വളരെ വിരളം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.